സ്പെഷ്യൽ മുറുക്കാണേ. മുറുക്കാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മുറുക്കാണെന്ന് തോന്നത്തില്ല. പക്ഷെ ഞാനിതിന് മുറുക്കെന്നാണ് പറയുന്നത്. കാജുവിൻ്റെ ഷേപ്പിലാണ് ഇതിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കടകളിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. രണ്ട് കപ്പ് മൈദ എടുത്ത് 1 2 ഇച്ചിരിനകത്ത് വീണു 3 4 ജീരകം ചേർക്കുക. 1/2 സ്പൂണുണ്ട്. ശകലം അല്പം ഉപ്പ് ആവശ്യത്തിന്, ഇച്ചിരിയുടെ ആവശ്യം. ഇത് നമ്മൾ ചേർക്കാൻ പോകുന്നത് റിഫൈൻഡ് ഓയിലാണ്. 2 സ്പൂണ് കാണുക. ഇത്രയും സാധനം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. നമുക്കിത് വിട്ട് പരത്തിയെടുക്കാമേ. നമുക്ക് ഇച്ചിരി എണ്ണമായി ഇങ്ങോട്ട് ഒഴിക്കാം. കാരണം അവിടുന്ന് പറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമുക്കിത് ഷീറ്റ് പോലെ പരത്താം. നമ്മളിത് ഷീറ്റ് പോലെ പരത്തിയെടുത്തിട്ടുണ്ടേ. ഇത്രയും കട്ടിക്കാണ് പരത്തിയേക്കുന്നേ. തീരെ കട്ടി കുറച്ച് ഷേപ്പൊക്കെ എങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്കൊരു ഈ കുപ്പിയുടെ അടപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത് കുപ്പിയുടെ. അപ്പം ചെറിയ കുപ്പിയുടെ ആകുമ്പോൾ ഇത് നമുക്ക് ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിക്കുക. റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. മുളക് പൊടി, പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്. ഉപ്പ് നമ്മൾ ഓൾറെഡി അതിനകത്ത് ചേർക്കും, കുഴയ്ക്കുന്നതിന് മുമ്പ് ചേർക്കും. അത് പരുവാണെങ്കിൽ പിന്നെ ചേർക്കണ്ട. ചായയുടെ കൂടെ അല്ലാതെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണേ.